ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ ലേഖനം മോദിക്ക് വാഴ്ത്തുപാട്ട് പാടുന്ന തരൂരിന്റെ അവസരവാദ നിലപാടാണ് വ്യക്തമാക്കുന്നതെന്നാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ എബ്രഹാം എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ട്രംപിന് മുന്നിൽ കവാത്തുമറക്കുന്ന ഇന്ത്യൻ നയതന്ത്രം എന്ന പേരിലാണ് ലേഖനം. അതേസമയം തരൂരിനെതിരെ AICC നേതൃത്വം എന്ത് നടപടിയെടുത്താലും കേരളത്തിലെ നേതാക്കളോ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും കേരളത്തിൽ ഇരുന്നാണ് തരൂർ വിമർശനം ഉന്നയിക്കുന്നതെന്ന് ആലോചിക്കണമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് ഓർമ്മപ്പെടുത്തി. ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിലാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്ന് ബോധ്യം വന്നാൽ അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അതിന് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ളതും അത് അദ്ദേഹത്തെ താക്കീത് ചെയ്യേണ്ടതും ഒക്കെ ചെയ്യേണ്ട ചുമതല എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടേതാണ്. അപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ത് തീരുമാനമെടുത്താലും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. കേരളത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, കേരളത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പ്രവീണ. കേരളത്തിന്റെ UDF മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹം ശശി തരൂരിനുണ്ട് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ആ സർവേ പങ്കുവെക്കുന്നതിലൂടെ. അതിനിടയിൽ അദ്ദേഹം ഇപ്പോഴും ആ സർവേ പങ്കുവച്ചതിന് ശേഷവും അതിനു മുൻപും എങ്ങനെയാണോ മോദിയെ സ്തുതിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ആ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് 2026 ഭരണം ലഭിക്കുകയാണെങ്കിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ തരൂര് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തരൂരിന് തന്നെ വ്യക്തതയുണ്ടോ എന്ന് പലരും ചോദിക്കുകയാണ്. കാരണം BJPക്ക് അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുക എന്ന ആഗ്രഹമായിരിക്കുമല്ലോ. കാരണം BJPയോട് ചേരുന്ന തരൂരിനേക്കാളും ശക്തനായിരിക്കുമല്ലോ സ്വാഭാവികമായും കോൺഗ്രസിനുള്ളിൽ നിന്ന് BJPയെ പുകഴ്ത്തുന്ന മോദിയെ പുകഴ്ത്തുന്ന തരൂർ. അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഒരു നടപടി എടുക്കാത്തതിൽ കേരളത്തിലെ UDF അണികൾക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടോ? അതാണോ വീക്ഷണത്തിന്റെ ലേഖനത്തിൽ പറയുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഒപ്പം അടൂർ പ്രകാശിന്റെ വിമർശനങ്ങളും. ഈ വീക്ഷണം ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ മാത്രമല്ല പരിഹാസവുമുണ്ട്. നയതന്ത്രമൊക്കെയായി പോയിട്ടും US-ലെത്തിയപ്പോൾ വൈസ് പ്രസിഡന്റിനെ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം പ്രസിഡന്റ് ട്രംപ് തന്നെ നേരിട്ട് പാക് സൈനിക മേധാവിയെ വിളിച്ച് വിരുന്നു കൊടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. അങ്ങനെ നയതന്ത്രം പാളിയതും നമ്മൾ കണ്ടതാണ് എന്നുള്ള പരിഹാസം ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ തരൂരിനെ കൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഒരേ ഒരു കാര്യം മോദിജിക്ക് വാഴ്ത്തുപാട്ട് പാടുക എന്നുള്ളതാണ്. ഇത് അവസരവാദപരമായ നിലപാടാണെന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ എബ്രഹാം വീക്ഷണത്തിലെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. ഇതുതന്നെയാണ് കേരളത്തിലെ നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെയും മനസ്സിലിരിപ്പും. കാരണം മോദി സ്തുതി തുടരുന്ന തരൂരിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ആ നടപടി എടുത്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്തേക്ക് വിടുക എന്നുള്ളതല്ല, ഇതിനകത്ത് നിർത്തി പരുവപ്പെടുത്തുക എന്നുള്ളതാണ്. വട്ടത്തിൽ അകത്ത് കയറി കളിക്കട്ടെ, പുറത്തേക്ക് പോകണ്ട എന്നുള്ളതാണ് നിലപാട്. അത് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം BJPയിലേക്കൊന്നും പോകാനുള്ള സാധ്യത പാർട്ടി വൃത്തങ്ങളും കാണുന്നില്ല. പക്ഷേ പലപ്പോഴും പാർട്ടിയെ അടിക്കാനായി വടി BJPയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ LDFന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുക, ഇതൊക്കെയാണ് കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടുത്ത എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ അവഗണിക്കാനാണ് തീരുമാനം. പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇനി അതിനോടൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മാത്രവുമല്ല, മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് തരൂർ ഇതിനു മുൻപ് തന്നെ നീക്കം തുടങ്ങിയിരുന്നു. ഘടകകക്ഷികളുമായൊക്കെ ചർച്ചകൾ നടത്തി അവരുടെ പരിപാടികളിലൊക്കെ സജീവമായിരുന്നു. ലീഗിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട പരിപാടികളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ നിന്ന് അവരെ കൂടി വെറുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രസ്താവനകൾ അടക്കം നടത്തി മുന്നോട്ട് പോകുന്നത്. എന്തായാലും അവഗണന എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ ഘടകകക്ഷികളും UDFും അതുപോലെ തന്നെ കോൺഗ്രസും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. PR പ്രവീണയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്.